പുലർച്ചെ 2 മണിയോടെയാണ് കൽപ്പറ്റ ബൈപ്പാസിലേക്ക് വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലുണ്ടായത്. മലമുകളിൽ നിന്ന് ചെളിയും വലിയ കല്ലുകളുമൊക്കെ ബൈപ്പാസിലേക്ക് ഒഴുകി വരികയായിരുന്നു. ശക്തമായ ഒഴുക്കിൽ ബൈപ്പാസ് പോയി ചേരുന്ന കൈനാട്ടി ദേശീയപാത ജംഗ്ഷനിലേക്ക് അടക്കം ചെളിയും മണ്ണും ഒലിച്ചെത്തി. ദേശീയപാതയിലടക്കം ഗതാഗത തടസ്സമുണ്ടായി 2 മണി 3 മണി ആ സമയത്ത്. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി ആ സമയത്ത് ചെളിയൊക്കെ നീക്കം ചെയ്തു. JCB അടക്കം എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കുന്നും പ്രദേശമാണ്. അപ്പോൾ അവിടെ ആദ്യം ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. മറ്റ് മലവെള്ളപ്പാച്ചിലാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പോലീസ് ആദ്യം തന്നെ സ്ഥലത്തെത്തിയാണ് ആ സമയത്ത് ഗതാഗതമൊക്കെ നിയന്ത്രിച്ചത്. പിന്നീട് നേരം വെളുത്തപ്പോഴേക്കും വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞു. പക്ഷേ ഇപ്പോഴും വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. മുകളിൽ ചെറിയ രീതിയിലുള്ള തടാകങ്ങൾ, പഴയ പാറമടയൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന വെള്ളം പെട്ടെന്ന് കുത്തിയൊലിച്ച് വന്നതാണോ എന്നും ഈ സമയത്ത് അറിയില്ല. എന്തായാലും പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്രയും വലിയ വെള്ളപ്പാച്ചിലുണ്ടായത്. പക്ഷേ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത്. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഐസക് നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ വെള്ളം കുറഞ്ഞല്ലോ, നിലവിലൊരു ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലല്ലോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഒരു സ്വാഭാവികമായ ഒരു അതിശക്തമായ മഴയിൽ കുറച്ച് വെള്ളം ഒഴുകി വരുന്നൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ പലരും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, പലരും മനുഷ്യൻ്റെ ഇടപെടൽ, നേരത്തെ ഉണ്ടായിരുന്ന നീർച്ചാലുകൾ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി സർക്കാരും അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളൊക്കെ ചെറിയ രീതിയിൽ ഈ നീർച്ചാലൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇവിടെ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് മുമ്പ് ഒരു സ്വാഭാവികമായ ഒരു തോട് അല്ലെങ്കിൽ ഒരു നീരൊഴുക്കുണ്ടായിരുന്നു. ബൈപ്പാസ് നിർമ്മാണത്തോടു കൂടി ആ സ്വാഭാവികമായ ആ സ്ട്രീമിനൊരു തടസ്സമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മഴയിൽ ഒഴുകി വരുന്ന വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ ഇത്തരത്തിൽ ഈ നീർച്ചാലുകളൊക്കെ മൂടുമ്പോൾ വലിയ വെള്ളം മുകളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ആ വെള്ളം നേരത്തെ ഒഴുകിയിരുന്ന ഒരു വഴിയിലാണ് നീരൊഴുക്ക് ഉണ്ടാവുക. അതിന് തടസ്സമുണ്ടാകുമ്പോഴാണ് മറ്റിടത്തേക്ക്, സാധാരണഗതിയിൽ വെള്ളം ഒഴുകി പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം ഒഴുകിപ്പോവുക. രാവിലെ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. കാരണം വലിയ ഉയരത്തിൽ വെള്ളം ഒഴുകി ഈ സൈഡിലുള്ള പുല്ലൊക്കെ ചാഞ്ഞു നിൽക്കുന്നത് കാണാം. അത് വലിയ രീതിയിൽ വെള്ളം ഒഴുകിയപ്പോഴുണ്ടായതാണ്. എന്തായാലും നിലവിൽ കൽപ്പറ്റ നഗരവാസികൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. രാവിലെ അല്പസമയം ഈ ഗതാഗത തടസ്സം ദേശീയപാതയിൽ ഉണ്ടായി എന്നതൊഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പോലീസും ഫയർഫോഴ്സും വനംവകുപ്പും ഒക്കെ വളരെ കൃത്യസമയത്ത് തന്നെ ഇടപെട്ടു. എന്തായാലും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് യാതൊരു കാര്യവുമില്ല. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.